പുനർജനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതും അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതും. അത് മറ്റൊന്നുമല്ല കേട്ടോ. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിനെയും അതുപോലെ അമ്മയുടെ കുടുംബവും ഹസ്ബൻഡിൻ്റെ കുടുംബത്തിനും എല്ലാവരും പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ഇവിടെ കോഴിക്കോട് നിൽക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയതിന് ശേഷം എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ സർജറിയിൽ എൻ്റെ അമ്മ എങ്ങനെയാണ് ഡോണറായി വന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അന്ന് ഞങ്ങൾ ഇക്രയിൽ നിന്നും ഡിസ്ചാർജ് ആയി വീട്ടിലെത്തുന്ന സമയം തന്നെ ഞങ്ങളൊരു ഡോണറിനെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് അധികം വൈകാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് നോക്കണമെന്ന് സാറ് പറഞ്ഞതിന് തുടർന്നാണ് ഞങ്ങൾ അങ്ങനെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നാട്ടിലെത്തി, അതുപോലെ നാട്ടിലെ ഹോസ്പിറ്റൽ ഡയാലിസിസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകളെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു കിഡ്നി മാറ്റി വെക്കുന്നതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതിൽ തന്നെ പലരും പൈസ ഉണ്ടായിട്ടും മാറ്റി വെക്കാൻ കഴിയാത്തവർ, അതുപോലെ പൈസ സേവ് ഉണ്ടായിട്ട് നമുക്ക് ഒരു ഡോണർ കിട്ടാൻ വേണ്ടിയിട്ട് കാലതാമസം നേരുന്നവർ, അത് വർഷങ്ങൾ വരെ 1-2 വർഷമൊക്കെ കാത്തിരിക്കുന്നവർ. പിന്നെ അത് മാത്രമല്ല, ഒരു ഡോണർ പുറത്തുനിന്ന് ഒരു ഡോണർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പേപ്പർ വർക്കുകൾ നമുക്ക് വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, ഇങ്ങനെ നോട്ടറി, ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് അതിൽ. അപ്പോൾ അതിനൊക്കെ നോക്കുന്ന സമയത്ത് കാലതാമസം വരും എന്നുള്ളൊരു അറിവൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ഇതുപോലെ ഞങ്ങൾ നാട്ടിൽ ഡയാലിസിസ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഒരിക്കലും അമ്മ എന്നുള്ളൊരു വ്യക്തി എനിക്ക് ഡോണറായി വരുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൂടി ഉണ്ടായിരുന്നില്ല. അത് മറ്റൊന്നുമല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അമ്മയും ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ നോക്കുന്നത് നമുക്ക് നമ്മുടെ അമ്മ കൂടെ വേണം എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു നിർബന്ധം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഞങ്ങൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്കും നേരിടേണ്ടി വന്നു. അവസാനമാണ് ഞങ്ങൾ അമ്മ തന്നെയാണ് പറഞ്ഞത്, നമുക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ എന്നുള്ളത്. ആ രീതിയിലാണ് ഞങ്ങൾ വീണ്ടും മിംസിലെത്തി ഡോക്ടറുമായിട്ട് സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച സമയത്ത് സാറിൻ്റെ ഒരു അഭിപ്രായം തന്നെയായിരുന്നു ഏറ്റവും നല്ലത്. നമുക്ക് പുറത്തുനിന്ന് ഒരു ഡോണറെ നമുക്ക് എടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നമ്മുടെ എന്താ പറയുക, ബ്ലഡ് റിലേഷൻ, ഐ മീൻസ് അമ്മ അല്ലെങ്കിൽ ചേച്ചി, സഹോദരങ്ങൾ ആരായാലും അതിലൊരാളുടെ ആണെങ്കിൽ ഒന്നും കൂടി നമുക്ക് മാച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ കൂടി, ഒരേ ഗ്രൂപ്പാണ് ഞാനും അമ്മയും, പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ കൂടി നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. നമുക്ക് ചിലവേറിയ കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതെല്ലാം ഓക്കെ ആയി നമുക്ക് ഒരു കുഴപ്പവും ഇല്ല എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഈ സർജറി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ മറ്റൊരു ഒപ്പീനിയൻ നിങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അമ്മയുടെ ഓരോ ചെക്കപ്പുകളും, എൻ്റെതും അമ്മയുടെ ഓരോ ചെക്കപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെ ഒരു ഭാഗ്യം, അതുപോലെ ദൈവത്തിൻ്റെ ഒരു കഴിവെന്ന് പറയട്ടെ. അമ്മയുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ടെസ്റ്റുകളിലും അമ്മ ഓക്കെ ആയിട്ടുണ്ട്. ഇതുവരെ 61 വയസ്സായ അമ്മയ്ക്ക്. അപ്പോൾ ഇതുവരെ അമ്മയ്ക്ക് ഒരു രോഗവും ഇതുവരെ ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കും തന്നെയാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്ന ആളല്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഫുൾ ചെക്കപ്പിലും അമ്മ ബോഡി ഫിറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാവരുടെയും സഹായങ്ങളും കൊണ്ട്, പൈസയുടെ കാര്യങ്ങളും, പിന്നെ അമ്മയുടെ ഈ ഒരു ചെക്കപ്പിൽ ഒരു കുഴപ്പമില്ലാതിരുന്നതും, പിന്നെ എൻ്റെ ഒരു ഭാഗ്യവും ദൈവം കൂടെയുള്ളത് കൊണ്ടും ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് അവസാനിക്കാനുള്ളൊരു സമയമായി എന്ന് തോന്നി. അങ്ങനെ അമ്മ ഇനി എനിക്ക് വേണ്ടി കിഡ്നി മാറ്റി വെക്കാനുള്ള ഒരു അവസരം അമ്മ എനിക്ക് തരികയും ചെയ്തു. ഇതെൻ്റെ ഒരു 2ാം ജന്മം കൂടിയാണ്. അമ്മയിലൂടെ എൻ്റെ ഒരു 2ാം ജന്മം കൂടിയാണ്. എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, പുനർജനി എന്നാണ്. അത് ഇടാനുള്ള കാരണം തന്നെ ഇതെൻ്റെ 2ാം ജന്മം കൂടി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനെ കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതിനു ശേഷം ഞങ്ങൾ സർജറിക്ക് വേണ്ടിയിട്ടും, പിന്നെ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഞങ്ങൾ മിംസിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്ക് സർജറി കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ അഡ്മിറ്റ് ആയത് ഈ ഒരു അവിടുത്തെ കുറച്ച് ഡയാലിസിസുകളും പിന്നെ അതുപോലെ തന്നെ എനിക്ക് സർജറിക്കുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ആ ഒരു എൻ്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.